ഹലോ ഫ്രണ്ട്സ്, സിവിൽ ഓൺലൈൻ സ്റ്റഡീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിലെ യൂണിറ്റ് എന്ന ടോപ്പിക്കാണ് ലാസ്റ്റ് വീഡിയോയിൽ നാം പരിചയപ്പെട്ടത്. യൂണിറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള യൂണിറ്റ് കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 15 മൈൽ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 15 മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നതാണ് ചോദ്യം. മൈൽ എന്താണെന്ന് നമുക്കറിയാം. മൈൽ ഈസ് എ യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് മൈൽ. പണ്ട് പ്രാചീനമായിട്ട് ഉപയോഗിച്ചിരുന്നൊരു യൂണിറ്റാണ്. ഇതൊരു ഇംഗ്ലീഷ് യൂണിറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് കൂടിയാണ്. ചോദ്യത്തിലേക്ക് വരാം. 15 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദ്യം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന കുറേ ടേബിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്ന ടേബിളിൽ കാണാൻ സാധിക്കും 1 മൈൽ ഈസ് ഈക്വൽ ടു 1.609 കിലോമീറ്റർ. ഒരു മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്ററിന് ഇക്വലൻ്റ് ആണെന്നുള്ളത്. നമ്മുടെ ചോദ്യം ഇവിടെ 15 മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ് എന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഒരു മൈൽ 1.609 കിലോമീറ്റർ ആണെങ്കിൽ 15 മൈൽ എന്ന് പറയുന്നത് 15 ഗുണം 1.609 കിലോമീറ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 24.1335 കിലോമീറ്റർ എന്ന്. ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ ചെയ്യുന്നത്. അതിന് നമ്മൾ അറിയേണ്ടത് 1 മൈൽ എന്ന് പറയുന്നത് 1.609 കിലോമീറ്റേഴ്സ് ആണെന്നതാണ്. ഇവിടെ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. 1 മൈൽ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റേഴ്സ് എന്ന ക്വസ്റ്റ്യനെ നമുക്ക് PSC നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 മൈൽ ഈസ് ഈക്വൽ ടു 1.609 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 1 nautical mile is equal to dash meter. 1 nautical mile is equal to dash meter. 1 nautical mile എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നാണ്. യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞ ടേബിളിൽ തന്നെ അവസാന ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. 1 nautical mile എന്ന് പറഞ്ഞാൽ 1 NM എന്ന് പറയുന്നത് 1852 മീറ്ററിന് ഇക്വലൻ്റ് ആണ്. ഇത് നമ്മുടെ സർവേയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കൺവേർഷനാണ്. ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനുമാണ്. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852 മീറ്ററിന് ഇക്വലൻ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5 യാർഡ് ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 5 യാർഡ് എന്ന് പറയുന്നത് എത്ര മീറ്റർ എന്നത്. ഈ യാർഡ് എന്ന് പറയുന്നതും നമ്മൾ സാധാരണയായിട്ട് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ്. നമുക്ക് ലെങ്ത്തിൻ്റെ ടേബിളിൽ തന്നെ പോകാം. ആ ടേബിളിൽ നോക്കിയാൽ അറിയാം 1 യാർഡ് ഈസ് ഈക്വൽ ടു 0.914 മീറ്റർ. ഒരു യാർഡ് എന്ന് പറയുന്നത് 0.91 മീറ്ററിന് ഇക്വലൻ്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ 5 യാർഡ് എന്ന് പറയുന്നത് എത്ര മീറ്റർ എന്നാണ്. അപ്പോൾ ഒരു യാർഡ് 0.914 നമുക്കറിയാം. അപ്പോൾ 5 യാർഡ്സ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 0.914 മീറ്റർ. അപ്പോൾ ആൻസർ കിട്ടും 4.57 മീറ്റർ. നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ എക്സ്പേർട്സ് ആയിരിക്കണം. സ്പീഡിൽ തന്നെ ചെയ്യുകയും വേണം. കാരണം നമുക്ക് PSCയിൽ നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ സ്വയം തന്നെ ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ടതാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. 7 മീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് യാർഡ്. തൊട്ട് മുന്നത്തെ ചോദ്യം നമ്മൾ നോക്കിയത് 5 യാർഡ് എത്ര മീറ്റർ എന്നായിരുന്നു. ഇത് നേരെ തിരിച്ച് 7 മീറ്റർ എന്ന് പറയുന്നത് എത്ര യാർഡാണെന്നാണ് ചോദ്യം. അപ്പോൾ യൂണിറ്റ്സ് ഓഫ് ലെങ്തിലെ ടേബിളിൽ നമുക്കറിയാം 1 യാർഡ് ഈസ് ഈക്വൽ ടു 0.914 മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എത്ര യാർഡായിരിക്കും? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.914 ഈസ് ഈക്വൽ ടു 1.0936 യാർഡ്. നമ്മളിത് കണ്ടുപിടിച്ചത് 1 യാർഡ് ഈസ് ഈക്വൽ ടു 0.914 മീറ്റർ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര യാർഡ് എന്നുള്ളത്. അപ്പോൾ 1 മീറ്റർ 1.0936 യാർഡാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 7 മീറ്റർ എന്ന് പറയുന്നത് എത്ര യാർഡാണെന്ന് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 7 മീറ്റർ എന്ന് പറയുന്നത് 7 ഇൻറ്റു 1.0936 ഇസ് ഈക്വൽ ടു 7.655 യാർഡ്സ് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 85 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 85 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാൽക്കുലേഷനാണ്. കാരണം നേരത്തെ പറഞ്ഞിരിക്കുന്ന യാർഡ്,
മൈലൊക്കെയാണ്. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷേ സെൻറ്റിമീറ്റർ കിലോമീറ്ററൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മൾ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്തിലെ ടേബിൾ തന്നെയാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നുണ്ട് 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റേഴ്സ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ചേർന്നതാണ് 1 കിലോമീറ്റർ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇത് കിലോമീറ്ററിൻ്റെയും മീറ്ററിൻ്റെയും ടൈമിലാണ് ഈ കൺവേർഷൻ നമുക്കറിയുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 85 സെൻറ്റിമീറ്റർ ആണ് എത്ര കിലോമീറ്റർ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അറിയണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 ഇൻറ്റു 1000. അപ്പോൾ 10⁵5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁵5 സെൻറ്റിമീറ്റർ. അപ്പോൾ അങ്ങനെ 1 സെൻറ്റിമീറ്റർ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/10⁵5 ചെയ്യുമ്പോൾ നമുക്ക് 0.00001 കിലോമീറ്റർ എന്ന് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. 85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തോരമാണ് കിലോമീറ്റർ എന്ന്. 85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 85 ഇൻറ്റു 0.0001 ഇസ് ഈക്വൽ ടു 0.0085 കിലോമീറ്റർ. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യനാണ് 40 ഇഞ്ച് ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ. 40 ഇഞ്ച് എന്ന് പറയുന്നത് ഡാഷ് മീറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെങ്തിൻ്റെ ടേബിൾ നോക്കിയാൽ നമുക്കറിയാം 1 ഇഞ്ച് ഈസ് ഈക്വൽ ടു 25.4 mm. 1 ഇഞ്ച് എന്ന് പറയുന്നത് 25.4 mm ഈക്വലൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം 1 ഇഞ്ച് ഈസ് ഈക്വൽ ടു 0.0254 മീറ്റർ. ഓക്കെ അല്ലേ? 1 ഇഞ്ച് എന്ന് പറയുന്നത് 0.0254 മീറ്റർ ആണ് നമുക്കറിയാൻ. കാരണം നമ്മളെ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 1 ഇഞ്ച് ഈസ് ഈക്വൽ ടു 25.4 mm എന്നാണ്. നമുക്ക് mm മീറ്റർ തമ്മിലുള്ള കൺവേർഷൻ നമുക്കറിയാം. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണ് അല്ലേ? 1 മീറ്റർ എന്ന് പറയുന്നത് 1000 mm ആണ്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് 1 ഇഞ്ച് എന്ന് പറയുന്നത് 0.0254 മീറ്റർ ആണ്. അപ്പോൾ 40 ഇഞ്ച് എന്ന് പറയുന്നത് 40 ഇൻറ്റു 0.0254 ഈസ് ഈക്വൽ ടു 0.0164 മീറ്റർ. ഇതൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത് 1 ഇഞ്ച് എന്ന് പറയുന്നത് എത്ര mm ആണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും പറഞ്ഞ ലെങ്തിനെ കുറിച്ചാണ് കേട്ടോ. ഇനി പറയുന്ന പൗണ്ടാണ്. പൗണ്ടിലൊക്കെയുള്ള വെയ്റ്റിൻ്റെ കൺവേർഷൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 5 പൗണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ് kgf. 5 പൗണ്ട് 5 പൗണ്ട് എന്ന് പറയുന്നത് എത്ര kgf എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൗണ്ട് നമ്മൾ പറഞ്ഞു ഏത് സിസ്റ്റത്തിലായിരുന്നു? FPS സിസ്റ്റം അല്ലേ? ഒരു ബ്രിട്ടീഷ് സിസ്റ്റമാണ്. അത് FPS സിസ്റ്റത്തിൽ വെയിറ്റ് മെഷർ ചെയ്യുന്നത് പൗണ്ട് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ KGFിലേക്ക് മാറ്റണം. KGF എന്താണ്? കിലോഗ്രാം ഫോഴ്സ് ആണ്. കിലോഗ്രാം ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് ആണ് വരുന്നത്. മാസിനാണ് നമ്മൾ പറഞ്ഞത് kg എന്നല്ലേ? മാസിൻ്റെ യൂണിറ്റ് kg ആണെങ്കിൽ വെയിറ്റിൻ്റെ യൂണിറ്റ് KGF ആയിരിക്കും. കാര്യം വെയിറ്റ് മാസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം. വെയിറ്റ് വരുമ്പോൾ എന്തുവാ വരുന്നത്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കൂടെ ആഡ് ആവും. മാസിനോടൊപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടെ ആഡായി വരുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടെ ആഡായി വരുന്നതാണ് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് KGF എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ്സ് ഓഫ് വെയിറ്റുള്ള ടേബിളിൽ നോക്കിയാൽ നമുക്കറിയാം 1 പൗണ്ട് ഈസ് ഈക്വൽ ടു 0.454 kgf. അപ്പോൾ ആ ടേബിൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് 1 LBS. 1 LBS എന്ന് പറഞ്ഞാൽ പൗണ്ട് തന്നെയാണ്. പൗണ്ടിനെയാണ് LBS എന്ന് പറയുന്നത്. 1 LBS ഈക്വൽ ടു 0.454 kgf. ഇത് kgയും ചോദിച്ചാൽ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാം 5 പൗണ്ട് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.454. അങ്ങനെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2.27 kgf എന്ന് കിട്ടും. വളരെ ഈസിയാണ്. 1 LBS ഈസ് ഈക്വൽ ടു 0.454 kgf എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 5 ounce ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. ഔൺസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള മെഡിസിനൊക്കെ എടുക്കുമ്പോൾ ഔൺസിലെന്ന് പറയില്ലേ? 5 ounce ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം. അപ്പോൾ ഈ വെയിറ്റിൻ്റെ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1 ounce ഈസ് ഈക്വൽ ടു 28.35 grams. 1 ounce എന്ന് പറയുന്നത് 28.35 ഗ്രാമിന് ഇക്വലൻ്റ് ആണ്. Therefore 5 ounce ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 28.35 gram. അങ്ങനെ നമ്മൾ 5നെ 28.35 വെച്ച് ഗുണിക്കുമ്പോൾ നമുക്ക് 126.75 ഗ്രാം എന്ന് ആൻസർ കിട്ടും. 5 ounce ഈസ് ഈക്വൽ ടു 126.75 ഗ്രാം.
ഇതൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഈ കൺവേർഷൻ ഫാക്ടർ മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം. എങ്ങനെയാണ് PSC എന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്കറിയാൻ പറ്റില്ല, അത് വരണം. അടുത്ത ക്വസ്റ്റ്യൻ, 12 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് kg. 12 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര kg എന്നാണ് പറയുന്നത്. ന്യൂട്ടൺ നമുക്കറിയാം ഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അത് എത്ര kg എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം 1 കിലോ എന്ന് പറയുന്നത് 9.851 ന്യൂട്ടൺ ആണ്. 1 കിലോ മാസ് എന്ന് പറയുന്നത്, അല്ലെ, ഒരു മാസ്, 1 kg എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.81 ന്യൂട്ടൺ ആണ്. ഇത് നമുക്ക് ഈ കൺവേർഷൻ കിട്ടുന്നത് വർക്ക് എനർജി ഫോഴ്സിൻ്റെയൊക്കെ ടേബിളിൽ നിന്ന് കിട്ടും. ആ ടേബിളിലുണ്ട് ഇത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1/9.81 kg ആണ്. അങ്ങനെ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 0.10197 kg എന്ന് കിട്ടും. അതിൽ നിന്ന് തന്നെ നമുക്ക് 12 ന്യൂട്ടൺ, 1 ന്യൂട്ടൺ 0.10197 kg ആണെങ്കിൽ 12 ന്യൂട്ടൺ എന്ന് പറയുന്നത് 12 ഇൻറ്റു 0.1019 ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.2228 kg എന്ന് കിട്ടും. അപ്പം നമുക്കിത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭാരിച്ചതാണെന്ന് തോന്നേണ്ട കാര്യമില്ല. നമ്മൾ ഈ കൺവേർഷൻ ഫാക്ടേഴ്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് മതി, നമുക്ക് അത്യാവശ്യം വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിലും യൂസ്ഫുള്ളായിട്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 800 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോ ന്യൂട്ടൺ. 800 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര കിലോ ന്യൂട്ടൺ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം 1 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ ആണ്. 1 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് 1000 ന്യൂട്ടൺ. 1000 ന്യൂട്ടൺ ചേർന്നതാണ് 1 കിലോ ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 ന്യൂട്ടൺ എത്ര കിലോ ന്യൂട്ടൺ ആണ് കണ്ടുപിടിക്കാം. 1/1000 ചെയ്താൽ മതിയാവും. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 0.001 കിലോ ന്യൂട്ടൺ ആണ്. അതിനുള്ളിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, 800 ന്യൂട്ടൺ എന്ന് പറയുന്നത് 800 ഇൻറ്റു 0.001 കിലോ ന്യൂട്ടൺ. ആൻസർ 0.8 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, 120 kg ഈസ് ഈക്വൽ ടു ഡാഷ് ജെ. ഇത് വേറെ ഒന്നുമല്ല, ജൂളാണ് പറയുന്നത്. ജൂൾ എന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 120 kg എന്ന് പറയുന്നത്, കിലോ ജൂൾ എന്ന് പറയുന്നത് എത്ര ജൂളിന് ഈക്വലൻ്റ് ആണെന്നാണ് നമുക്ക് ചോദ്യം. നമുക്കറിയാം 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂൾ. 1 കിലോ ജൂൾ ഈസ് ഈക്വൽ ടു 1000 ജൂൾ. അപ്പോൾ 120 ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 120 കിലോ ജൂൾ എത്ര ജൂളാണ് കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 300 വാട്ട്സ് ഈസ് ഈക്വൽ ടു ഡാഷ് കിലോ വാട്ട്. 300 വാട്ട് എന്ന് പറയുന്നത് എത്ര വാട്ടിന് ഈക്വലൻ്റ് ആണ് എന്നതാണ് ചോദ്യം. നമുക്ക് ടേബിളിൽ നോക്കിയാൽ അറിയാം. 1 വാട്ട് ഈസ് ഈക്വൽ ടു 0.001 കിലോ വാട്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 300 വാട്ട് എന്ന് പറയുന്നത് 300 ഇൻറ്റു 0.001 വാട്ട്. അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.3 കിലോ വാട്ട് എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ തരാതെ മുന്നോട്ട് വരുന്നതിലെല്ലാം, മുന്നിൽ പറഞ്ഞതിലെല്ലാം നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണെന്ന്, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഡൈൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ഡൈൻ എന്ന് പറഞ്ഞത് CGS സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫോഴ്സിൻ്റെ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഡൈൻ. ഡൈൻ എന്ന് പറഞ്ഞത് CGS സെൻറ്റിഗ്രാം ഗ്രാം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫോഴ്സിൻ്റെ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്ര ഡൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഒത്തിരി PSC ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. 10⁵5 എന്ന് അറിയാം, 10 5 പ്രാവശ്യം കുടിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 10⁵5. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻ. ഇതും ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻ. 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. ഇത് നമുക്ക് റേഡിയൻസിനെ കുറിച്ച് പറയുന്ന ടേബിളിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 1 ലിറ്റർ ഈസ് ഈക്വൽ ഡാഷ് ഗലോൺ. 1 ലിറ്റർ ഈസ് ഈക്വൽ ഡാഷ് ഗലോൺ. നമ്മുടെ വോളിയത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 0.22 ഗലോൺ. ടേബിളിൽ ഇതും വന്നിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 1 ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് kgf. ഒരു ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ഫോഴ്സിന് ഇക്വലൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒരു ടൺ എന്ന് പറയുന്നത്, ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 kgf ആണ്.
അപ്പോൾ നമ്മൾ ആ വെയ്റ്റിൻ്റെ ടേബിളിൽ നോക്കി നിങ്ങൾക്ക് കാണാം ഈ 2 താഴെ ഒരു ലോങ് ടൺ ഷോർട്ട് ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോങ് ടൺ ഷോർട്ട് ടൺ അത് വളരെ ഈസിയാണ്. അപ്പോൾ ലോങ് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ് ലോങ് ടൺ. ലോങ് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1016 കിലോഗ്രാമാണ്. 1016 കിലോഗ്രാമാണ് ലോങ് ടൺ. ഷോർട്ട് ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US ഉപയോഗിച്ചിരുന്ന ഒരു വെയിറ്റ് മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. അത് ഏകദേശം 916 kg ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അത് മനസ്സിലാക്കിയിരിക്കുക ജസ്റ്റ്. സാധാരണ മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു ഡാഷ് സ്ക്വയർ മീറ്റർ. ഇത് വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു ഡാഷ് സ്ക്വയർ മീറ്റർ. 1 ഹെക്ടർ അത് നമ്മുടെ ഏരിയ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേബിളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു 10⁴ സ്ക്വയർ മീറ്റർ. ആ ഏരിയയുടെ ടേബിൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഏക്കറൊക്കെ വരുന്ന ഹെക്ടർ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നമുക്ക് എല്ലാം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുക. മറ്റൊരു കാര്യം, പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ യൂണിറ്റ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു MCQ ആയിരിക്കും അടുത്ത വീഡിയോയിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈ ടേബിൾസ് നന്നായിട്ട് നോക്കുക. ഇത്തരം കൺവേർഷൻസിൻ്റെ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത്രയും തന്നെ ധാരാളമായിട്ട് മതിയാകും. MCQ കൂടി ചെയ്യുമ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് അത്യാവശ്യം ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ക്ലാരിറ്റി കുറവെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.